പോലീസിനെതിരെ വീണ്ടും ആരോപണവുമായി ആർജിക്കർ മെഡിക്കൽ കോളേജിൽ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർ കുടുംബം. സംഭവം മറച്ചുവെക്കാൻ പോലീസ് ശ്രമിച്ചെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. മൃതദേഹം കണ്ടെത്തിയ സെമിനാറിൽ ഹാളിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് കുടുംബം പറയുന്നു. ബൽറാം മറ്റു വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ബൽറാം, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ജാദവ്പൂർ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് കൊല്ലപ്പെട്ട ഡോക്ടറുടെ പിതാവും ഒപ്പം തന്നെ മറ്റ് ബന്ധുക്കളും ഈ സർക്കാരിനും പോലീസിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ സംഭവം വളച്ചൊടിക്കുന്നതിനും മറച്ചുവെക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ കൊൽക്കത്ത പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഒപ്പം തന്നെ ഇത് ഒരു ആത്മഹത്യയാണ് എന്ന് വരുത്താനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നും ഈ ഡോക്ടർ കൊല്ലപ്പെട്ട് വിവരം അറിയിച്ച ശേഷം ഏതാണ്ട് 3-4 മണിക്കൂറോളം തങ്ങളെ പുറത്ത് ഈ മൃതദേഹം കാണുന്നതിനായി കാത്തു നിർത്തിച്ചു എന്നും അതേസമയം തന്നെ 100 കണക്കിന് പേർ ഈ മൃതദേഹം കണ്ടെത്തിയ സെമിനാർ ഹാളിൽ എത്തി മൃതദേഹം കാണുകയും ആ മുറിയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്ന ഘട്ടത്തിലാണ് സ്വന്തം കുടുംബക്കാർക്ക്, മാതാപിതാക്കൾ അടക്കമുള്ളവർക്ക് ഈ ഹാളിൽ സെമിനാർ ഹാളിൽ പ്രവേശനം നൽകാതിരുന്നത് എന്നും ഇതിൽ ദുരൂഹതയുണ്ട് എന്നുമുള്ള ആരോപണമാണ് ഈ ഡോക്ടറുടെ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും നീതിക്ക് വേണ്ടിയുള്ള പ്രതിഷേധം, അതിൽ തങ്ങളോടൊപ്പം നീതി ലഭിക്കും വരെ പിന്തുണ ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയും പ്രതിഷേധിക്കുന്ന ജൂനിയർ ഡോക്ടർമാർ അടക്കമുള്ളവർക്ക് മുന്നിൽ ഈ മാതാപിതാക്കൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതേസമയം ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് സർക്കാരിനോട് അടിയന്തരമായി മന്ത്രിസഭാ യോഗം വിളിക്കുകയും ഒപ്പം തന്നെ ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയലിനെ മാറ്റുന്നത് അടക്കമുള്ള നടപടികൾ കുറിച്ച് ചർച്ച ചെയ്ത് പരിഗണിക്കുകയും വേണമെന്നും പൊതുജനങ്ങൾക്ക് അനുസൃതമായിരിക്കണം ഭരണം നിർവഹിക്കേണ്ടത് എന്നുമുള്ള ഒരു നിർദ്ദേശമാണ് ഗവർണർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. SKN.